ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലെ അത്ഭുതകരമായ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചാണ്. പാത്തോജനുകൾ നിറഞ്ഞ ഈ ലോകത്ത് നമ്മളെ സുരക്ഷിതരാക്കി നിർത്തുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷിയാണ്. ഇമ്മ്യൂണിറ്റി പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കൂടെയുള്ള നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസമാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇതിലെ ഫസ്റ്റ് ലെയറായ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി പാത്തോജനുകളെ ഉള്ളിലേക്ക് കടത്തിവിടാതെ തടയുന്നു. നമ്മുടെ തൊലിപ്പുറത്തെ വിയർപ്പും സെബവും കണ്ണീരിലെ ലൈസോസൈം എൻസൈമും ഇതിനുദാഹരണങ്ങളാണ്. ശ്വാസനാളത്തിലെ സീലിയയും വയറിലെ ഹൈഡ്രോക്ലോറിക് ആസിഡും പാത്തോജനുകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. പാത്തോജനുകൾ ഈ തടസ്സങ്ങൾ മറികടന്നാൽ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി പ്രവർത്തനം ആരംഭിക്കും. ന്യൂട്രോഫിൽസും മോണോസൈറ്റുകളും പാത്തോജനുകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. മുറിവുകളുള്ള ഭാഗത്തേക്ക് കൂടുതൽ രക്തമെത്തിച്ച് വൈറ്റ് ബ്ലഡ് സെല്ലുകൾ പ്രവർത്തിക്കുന്നതിനെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. ശരീരതാപം വർദ്ധിക്കുന്ന പനി അഥവാ ഫീവർ പാത്തോജനുകളുടെ വളർച്ച തടയാൻ സഹായിക്കുന്ന ഒരു പ്രതിരോധ രീതിയാണ്. ജനനശേഷം ആർജിച്ചെടുക്കുന്ന സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയെയാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ലിംഫോസൈറ്റുകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇവ ടി ലിംഫോസൈറ്റുകൾ, ബി ലിംഫോസൈറ്റുകൾ എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട്. ബി ലിംഫോസൈറ്റുകൾ ആന്റിബോഡികൾ ഉണ്ടാക്കുമ്പോൾ ടി ലിംഫോസൈറ്റുകൾ ഇൻഫെക്റ്റഡ് സെല്ലുകളെ നേരിട്ട് നശിപ്പിക്കുന്നു. എഡ്വേർഡ് ജെന്നർ വികസിപ്പിച്ചെടുത്ത വാക്സിനേഷൻ വഴി നമ്മൾ ബോഡിയിൽ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു. വാക്സിനുകൾ ആന്റിജനുകളായി പ്രവർത്തിച്ച് ശരീരത്തിൽ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. BCG, MMR തുടങ്ങിയ വാക്സിനുകൾ പല മാരക രോഗങ്ങളെയും തടയാൻ നമ്മെ സഹായിക്കുന്നു. പാത്തോജനുകൾ, പോഷകാഹാരക്കുറവ്, മോശം ജീവിതശൈലി എന്നിവ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കുന്നത് പാത്തോജനുകൾ ഉള്ളിൽ കടക്കുന്നത് തടയാനുള്ള ഒരു മാർഗമാണ്. HIV വൈറസ് ടി ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷി ഇല്ലാതാക്കുന്നു. മാൽഫങ്ഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് കാരണമാകാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഗുളികകൾ പോലെ തന്നെ വാക്സിനുകളും പ്രധാനമാണെന്ന് തിരിച്ചറിയുക. ക്രിസ്പർ പോലുള്ള ജെനറ്റിക് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഇന്ന് വൈറൽ രോഗചികിത്സയിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തിരിച്ചറിയുന്നതിലൂടെ കൂടുതൽ ആരോഗ്യമുള്ള ഒരു സമൂഹമുണ്ടാക്കാം. സയന്റിഫിക്കായ രോഗനിർണയ രീതികൾ ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കുന്നു. സസ്യങ്ങളിലും ജന്തുക്കളിലും ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിയുക. അടുത്തതായി നമ്മൾ ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സജഷൻസ് കമന്റ്സായി അറിയിക്കൂ.